तैयार हो गए क्या? हाँ तैयार हूँ, पार्टी आ गया। कमिश्नर की गाड़ी आ गई, उसके पीछे इनके गाड़ी में आएगा। ബിൽഡിങ്ങിന് ചുറ്റും 4 പേരെ നോക്കാൻ കാർ അവിടെ പാർക്ക് ചെയ്യും. चोली के पीछे क्या है? चोली के पीछे चुनरी के नीचे क्या है? चुनरी के नीचे रेडी रेडी। इतनी क्राउड है, गोली कैसे चलाई? എല്ലാരും കൂട്ടായി നിൽക്കുന്നു. ആരെയാ കൊല്ലുന്നത്? ആ കാണാം. ജഡ്ജോ? എന്താ വിധി മാറ്റി എഴുതിയോ? യാ എന്താണ് ഈ കാണിച്ചു? ഓട് സാർ അകത്തേക്ക് പോ സാർ. അവിടെ ഒരു സർദാർജി ഉണ്ട്, വേഗം പോയി അവരെ പിടിക്കുക. ഞാൻ അടിച്ചെന്തിനാന്ന് മനസ്സിലായില്ലേ? ഇവച്ച് രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ നോക്കുമ്പോ 2 പേര് വരുന്നു. അവര് വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് ഓടി. ആരാ നിങ്ങൾ ഇടിച്ച്? ഇടിച്ചു വന്നേ അങ്ങോട്ട് ഓടി, മറ്റോ ഫോണിലേക്ക് ഓടി. നിങ്ങൾ പോയി അവനെ പിടിക്കേ, ബാക്കിയുള്ളവർ എന്റെ കൂടെ വാ. അന്നാ കാത്തോളേ. Everybody now make way. No, you ain't gonna get away. Every time you hear your heartbeat by, just know I'll be the one pulling that trigger.
mind and I'll make way. No, you ain't gonna get away. ഇത്രയും ഭീകരമായൊരു ദുരന്തം തങ്ങളുടെ മക്കൾ അനുഭവിച്ചു തോർത്ത് എത്ര അച്ഛനമ്മമാർ കരയുന്നുണ്ടെന്നറിയാമോ? ലോഡ് കണക്കിനെടുത്ത കുട്ടികളുടെ അസ്ഥികളിൽ കാണാതെ പോയ സ്വന്തം കുഞ്ഞിന്റെ അസ്ഥികൾ ഉണ്ടാവരുതേ എന്ന് ഇന്നും ദൈവത്തോട് അപേക്ഷിക്കുന്ന അച്ഛനമ്മമാർ എത്രയുണ്ടെന്നറിയാമോ? ഈ ക്രൂരതയെപ്പറ്റി അന്വേഷിക്കാനാണ് എന്റെ മേൽനോട്ടത്തിൽ CBI ഈ വിചാരണ കമ്മീഷൻ രൂപീകരിച്ചത്. എന്താ ചോദിച്ചേ? ആരോ ഇപ്പൊ മലയാളത്തിൽ ചോദിച്ചല്ലോ, കോടിക്കണക്കിന് രൂപ കൊടുത്ത ഈ വിചാരണ കമ്മീഷനെ ഒതുക്കാൻ പറ്റില്ലേ എന്ന്. ആരാത്? സോറി, മറ്റൊരു പ്രസ് മീറ്റിൽ ചിലർ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ക്ലിപ്പിംഗ്സുകൾ കാണിച്ചത്. സാർ, കഴിഞ്ഞ 4 മാസങ്ങളായി നിങ്ങൾക്ക് ഇതിന് ചാർജ് ഉണ്ട്. എന്നത്തേക്ക് ഇതിന്റെ എൻക്വയറി ഫിനിഷ് ചെയ്യുമെന്ന് പറയാൻ കഴിയുമോ? ഏതാണ്ട് 90% എൻക്വയറിയും കഴിഞ്ഞു. കൊൽക്കത്തയിലും ഡാർജിലിംഗിലും നടന്ന ക്രൈമുകളുടെ സൂത്രധാരന്മാർ കോടികളാണ് സമ്പാദിച്ചത്. അവർ കൊല ചെയ്ത കുട്ടികളുടെ അവയവങ്ങൾ അന്യരാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു. അറസ്റ്റിലായി കഴിഞ്ഞ അവരിൽ പലരും പെയ്ഡ് കില്ലേഴ്സാണ്. ഇനി പ്രധാനിയായ ഒരാൾ മാത്രമേ അറസ്റ്റിലാവാനുള്ളൂ. ബാക്കി 10% കൂടി ഞാൻ തന്നെ പൂർത്തിയാക്കും. അതൊരാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കും. കമ്മീഷണർ സർ, താങ്കളോടൊരു ചോദ്യം. താങ്കൾ രക്ഷപ്പെട്ട കൊലയാളിയെ കണ്ടുപിടിക്കുമോ? കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്ക് മാത്രമല്ല, എന്റെ ഡിപ്പാർട്ട്മെന്റ് അത് മോശമാണ്, നാണക്കേട്. മിസ്റ്റർ യോഗി, താങ്കളും താങ്കളുടെ ഡിപ്പാർട്ട്മെന്റും എന്ത് സഹായമാണ് അദ്ദേഹത്തിന് നൽകുന്നത്? സർക്കാർ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്നാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. സർ, ഇതുപോലെ വധഭീഷണി വീണ്ടും വന്നാൽ എന്ത് ചെയ്യും സർ? ഏയ്, എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? അതല്ലേ 1000 വട്ടം പറഞ്ഞത്. ഞാൻ ഒന്നിനെയും പേടിക്കുന്നില്ല. നോക്കിക്കോ, ഈ വിചാരണ കമ്മീഷൻ കഴിഞ്ഞ് കുറ്റവാളിയെ കണ്ടുപിടിച്ചിട്ട് ഞാൻ നാട്ടിൽ പോകുകയോ അല്ലെങ്കിൽ പരലോകത്ത് പോകുകയോ എന്തെങ്കിലും നടക്കൂ. നീ ചോദിച്ചു തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു തന്നെ പറയണോ? എനിക്ക് 1000 ജോലികളുണ്ട്. നിനക്ക് ഈ ഒരു ജോലിയേ ഉള്ളൂ. മിസ്റ്റർ, കോർട്ടിലെ ജഡ്ജി ഇരിക്കുന്ന മുന്നിൽ ഇരിക്കാൻ എല്ലാവർക്കും ഭയമാണ്. നീ എന്താ ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും ചോദിക്കുന്നോ? ഇപ്പോഴും ഞാൻ ജഡ്ജിയാ. സോറി സർ. ഏയ്, ചുമ്മാ ഇരി. നിങ്ങൾ കാരണം എല്ലാവർക്കും നാണക്കേടാ. കീപ് കൂൾ സർ. വൈ ആർ യു ഗെറ്റിംഗ് ആംഗ്രി സർ? I am not angry. This is my way of answer to silly questions. That's my nature. Excuse me sir, one last question please. Yes, come on. Are you alone here or somebody within Kolkata? Oh, you want to give the clue to the opponent? I don't care. Here, take it. ഞാൻ ഇവിടെ തനിച്ചല്ല. ക്രിസ്മസ് ഹോളിഡേസ് കൊൽക്കത്തയിൽ ചെലവാക്കുന്നതിന് വേണ്ടി എന്റെ കുടുംബം മുഴുവൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. മതിയോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇക്ക, നമ്മുടെ ഷിപ്പ് കുറച്ച് ദിവസത്തേക്ക് വാടകയ്ക്ക് ഒതുക്കുന്നു. നല്ല കാശ് കിട്ടും. വരാൻ പറയട്ടെ? താഴെ ഇരിക്കാൻ പറയൂ. ഇല്ലിക്ക, അവർക്ക് ഷിപ്പ് കാണണമെന്ന് പറഞ്ഞു. എല്ലാം നീ കാരണമാടാ. നിനക്ക് കളി കുറച്ച് കൂടുന്നുണ്ട്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ മീൻ പടക്കിട്ട് ഇപ്പൊ ഒരിടത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. തൊഴിലൊരു സീരിയസ്നെസ് വേണ്ട. അതും നമ്മുടെ തൊഴിൽ ഇത്തിരി കൂടുതൽ വേണം. വാരട്ടി വാരട്ടി വാ 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 വാ. ഏയ്, ചേരെടുക്കടാ. കേട്ടില്ലേ? ചേരെടുക്കടാ. ഇങ്ങിരിക്ക. എടുക്കടാ കയ്യെ. നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. ഇപ്പോഴെന്താ വേണ്ടെന്ന് പറയും. എന്തു പറയാ? ഏജന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവനോട് ചോദിക്കാമായിരുന്നു. ഡയറക്റ്റ് ഡീലിംഗ് അല്ലേ? ജഡ്ജിയെ ഞാൻ തന്നെ കൊന്നേനെ. ഇങ്ങനെ അത്ര നേരം മതി. പക്ഷേ എന്റെ ആൾക്കാർ കുടുങ്ങും. വലിയ ദാതയെ പോലെ സംസാരിച്ചു ഇവൻ. ഇപ്പൊ എന്തു സംഭവിച്ചു? റെഡ്ഡി, അവൻ ചെറിയ പയ്യൻ. വലിയ തെറ്റ്. ചെറിയ പയ്യനാണെന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ ഗോലി കളിക്കൽ, പിന്നെ വീട് ഒഴിപ്പിക്കൽ, സൈക്കിൾ മോഷ്ടിച്ചതിന് പോലീസിൽ ജാമ്യമെടുക്കൽ, ഇതുപോലെ നിങ്ങളുടെ ലെവലിന് ചേർന്ന ജോലി മാത്രം ചെയ്യണം. അല്ലാതെ ബിസിനസ് ക്ലാസ്സിൽ ബിസിനസ് പറയാൻ വരരുത്. 5 വർഷം മുമ്പ് ചെയ്തത് ഇപ്പൊ ഓർമ്മപ്പെടുത്തി റെഡ്ഡി. ഇത് ശരിയാണോ? ആലോചിച്ച് ചെയ്യാം. സമാധാനപ്പെട്. ആരെടാ നീ സമാധാനിപ്പിക്കാൻ നോക്കുന്നേ? വിടവനെ വിടവനെ. അഥവാ വിടറാ. അഥവാ വിടാൻ. അഥവാ വിടറാ. അഥവാ വിടാ. എന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെയെങ്കിൽ അവനെ കൊന്നു കാണിക്കേ. ഇനി ഒരു വാക്ക് മിണ്ടിയ താൻ പിന്നെ ഉണ്ടാവില്ല. അവന്റെ പണവും കൊടുത്തേക്ക്. എന്താ കളിക്കുക? അത് പണമൊക്കെ ചെലവായി പോയി. ഔട്ട്.
ഹോൾഡ് ഓൺ. നിങ്ങളുടെ ടാർഗറ്റ് മിസ്സായി കാണും. പക്ഷെ ചെറുപ്പം മുതലേ എന്റെ ടാർഗറ്റ് ശരിയാ, എന്റെ ഉന്നവും ശരിയാ. മിസ്സായിട്ടേ ഇല്ല. ഇപ്പൊ പോലും മിസ്സായതല്ല, കുറച്ചുകൂടി ആയുസുണ്ട് ആ ജഡ്ജിക്ക്. ഏയ്, ഇത്രയും നാളെ അയാൾ നിന്റെ ടാർഗറ്റ് ആയിരുന്നു. ഇന്നു മുതൽ അയാൾ എന്റെ ടാർഗറ്റാ. എന്നാണല്ലേ ശരി, അയാൾ എന്റെ കൈകൊണ്ട് ചാവൂ. പോവാനല്ലേ പറഞ്ഞേ? ഏത് ഏജന്റിനെ വെച്ച് കളിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇനി 10 ദിവസത്തെ അവൻ റിപ്പോർട്ട് തരുന്നതിനുള്ളിൽ ഞാൻ അവനെ കൊന്നിരിക്കും. ഇത് ഫുൾ എമൗണ്ട് അല്ല, ജസ്റ്റ് അഡ്വാൻസ്. 10 ഡേയ്സില് ഇതിന്റെ 4 ടൈംസ്. പണി തീർത്താലുടൻ ഉറപ്പ് അവൻ തീർക്കും. നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിനെ ആ ജഡ്ജിക്ക് കാവലായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. സൂക്ഷിക്കണമെന്ന് എന്താമേ, എല്ലാവരും നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഓ സൂപ്പർ. ചെയ്തില്ലേ വെറുതെ വിടുവോ? 1 2 3 4 5 6 എല്ലാവരും ശരിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുത്തി മാത്രം നീ ഇല്ലാത്തപ്പോ എല്ലാ ജിം മാസ്റ്റേഴ്സിനെയും കയ്യിലെടുത്തിട്ട് അമ്മാനാടുവാടാ. ഏയ് താര. ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്താ അങ്ങനെ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ബാക്കിയുള്ളവർക്കൊരു ഉദാഹരണമായിരിക്കണം. മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്. മര്യാദയ്ക്ക് എക്സർസൈസ് ചെയ്യണം. ഓക്കേ അങ്കിൾ. ഞാൻ പോയതിനു ശേഷം സോറി. എന്താ പ്രശ്നമില്ലെന്ന് പറയാൻ വന്നതാ. ഓ റാസ്കൽ, കൈ നീട്ടിയപ്പോ നിന്റെ വായിലെന്തായിരുന്നു? പറഞ്ഞുകൂടായിരുന്നു പാല് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇഡിയറ്റ്. സാർ എന്താ? അപ്പൊ സാറ് മെല്ലെ തുടച്ചതോ? എന്റെ കയ്യിൽ പാലാവില്ലേ, അതുകൊണ്ടാ. അത് ശരി. ശരിക്ക് കിട്ടിയോ? അടുത്തത് അവൾക്കാ കിട്ടാൻ പോണത്. റെഡി റെഡി റോക്ക് തുടങ്ങട്ടെ ഇനി അടിപൊളി പാട്ട്. വെരി വെരി ഗുഡ്, ഇതിനിടെ നിന്റെ വൈഭവം കാട്ട്. എനിക്കില്ല പേടി, കുടകിൽ നിന്നും കൊടൈക്കനാൽ ഊട്ടി. കൊടികളെ ആട്ടി കലക്കണം ഇന്ന് കന്നഡത്തിൻ ബ്യൂട്ടി. ദേഖോ ദേഖോ ഇരുവരിൽ ജയമെന്ന് ആർക്കോ ആർക്കോ. പൂവോ കായോ ഇവിടുന്ന് സമസമം മാർക്കോ മാർക്കോ. മൂക്കോ നാക്കോ നിനക്കെന്താ ഇത് രണ്ടു വീക്കോ വീക്കോ. നിന്ദേഹം എന്താ ഞാൻ തൊട്ടാൽ ഒട്ടും സ്പെൻസർ കേക്കോ. ഹേയ് നോട്ടി ആന്റി നിന്നാക്കൊന്നു നീട്ട്, എന്നെ വിട്ട് അയ്യോ പാവം ഓടിപ്പോകാതെ. നീ ഹൈസ്കൂൾ സാറ്, നിൻ അഡ്വൈസ് ബോറ്. തോരാതെ പെയ്യ് ഏത് നാളും എനർജികൾ കുറയാതെ.